നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ദേവൻ, ഈശ്വരൻ, മൂർത്തി മുതലായ ദേവവിശേഷങ്ങളെ പറ്റിയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇതിൽ ബ്രഹ്മം ഈ സർവവ്യാപിയായ പ്രപഞ്ചം തന്നെയാണ്. അത് പ്രവർത്തിക്കുന്നത് ഒരു ഊർജമായാണ്. ആ ഊർജത്തിൽ അറിവും അടങ്ങിയിരിക്കുന്നു. ആ അറിവ് വ്യാപിക്കുന്നത് ഉപബോധ മനസ്സ് എന്ന പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിവിശേഷത്തിലൂടെയാണ്. ഈ ശക്തിവിശേഷത്തിൻ്റെ, അതായത് ഉപബോധ മനസ്സിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മളെല്ലാം, ഈ കാണുന്ന പ്രപഞ്ചവുമെല്ലാം. ഇതിനെയാണ് നമ്മൾ ബോധതലം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ബോധതലം ഉപബോധ മനസ്സാണ്. പക്ഷെ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധിതമായ ശരീരത്തിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു 3 മുതൽ 5% വരെയുള്ള ഭാഗത്തെയാണ് നമുക്ക് ബോധതലമായിട്ട് അനുഭവപ്പെടുന്നത്. മറ്റതിനെ നമ്മൾ ഉപബോധമായിട്ടാണ്, ബോധത്തിൻ്റെ ഉപഘടകമായിട്ടാണ് കാണുന്നത്. ഇത്രയും വിഷയങ്ങളിലൂടെയാണ് കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇന്ന് നമ്മൾ 4ാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈശ്വരൻ, ദേവത, മൂർത്തി മുതലായവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ മൂർത്തി സങ്കല്പത്തെയാണ്. ഒരു മൂർത്തിയെ നമ്മൾ ദേവനായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ദേവൻ എന്നാൽ വിശേഷമായ കഴിവുകളും അറിവുകളും ഉള്ള എല്ലാം. ദേവത എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശവും കഴിവിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ശക്തിയും അറിവും ചേർന്നതാണ് ദേവൻ. ഈ ശക്തിയും അറിവും ആരിലെല്ലാം പ്രകടമാകുന്നുണ്ടോ, ഏതെല്ലാം രംഗങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം കാലങ്ങളിൽ ഇത് പ്രകടമാകുന്നുണ്ടോ അതെല്ലാം ദേവൻ തന്നെയാണ്. ദേവത എന്നുള്ളതിന് ഇൻ്റലിജൻസ് എന്നുള്ള ഒരർത്ഥം കൂടി. അത് ബുദ്ധിയല്ല, ബോധവുമായി ബന്ധപ്പെട്ട ബുദ്ധിയെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആ വാക്കിന് മനസ്സിലാക്കുന്ന പദാനുപദ അർത്ഥം ഇവിടെ ചിന്തിക്കരുത്. അങ്ങനെ ഈ വിവിധ തരം ദേവതകളുണ്ട്. അതായത് ദേവതകൾ കോടാനുകോടിയാണ്. നമ്മുടെ ഒരറിവ് ഏതെല്ലാം മേഖലകളിൽ വ്യാപരിക്കുന്നുവോ അവിടെയെല്ലാം ആ അറിവ്, അതിൻ്റെ ശക്തിവിശേഷം വ്യത്യസ്ത രൂപത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ദേവതാസ്ഥാനങ്ങളാണ്. ഇങ്ങനെ ഉള്ള ദേവതാസ്ഥാനങ്ങളിൽ നമ്മളതിനെ മൂർത്ത രൂപത്തിൽ, അതായത് പ്രത്യക്ഷ രൂപത്തിൽ ഒരു വിഗ്രഹമായോ ഒരു ചിത്രമായോ ഒരു സങ്കല്പമായോ ഒരു പീഠമായോ എവിടെയെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൂർത്തി എന്ന് പറയുന്നത്. മൂർത്തിക്ക് വളരെ വിശേഷകരമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം എന്നെ സമീപിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബം. അവരോട് ഞാൻ അവരുടെ ചില വീട്ടിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം പറഞ്ഞപ്പോൾ അവരോട് ഞാൻ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുടുംബക്ഷേത്രം ഒന്നുമുള്ളവരല്ല, ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ അത്തരം ആരാധനകളൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 3-4 തലമുറകൾക്ക് മുമ്പ് ഒരു കുടുംബക്ഷേത്രം ഉണ്ടാകുമല്ലോ, അതെവിടെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനാവൂ എന്ന്. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകുന്നതല്ലേ എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. കാരണം അതിൻ്റെ കാരണം ഇത്
കുടുംബക്ഷേത്രം എന്താണെന്നറിയാത്തതും അവിടുത്തെ പ്രതിഷ്ഠകളുടെ ആ പിന്നിലുള്ള സങ്കല്പം എന്താണെന്നറിയാത്തതും അവരിലൂടെ ആ ഒരു സങ്കല്പത്തിലൂടെ ഏതെങ്കിലും ശക്തിവിശേഷം നമ്മളെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാത്തതുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ക്ഷേത്രങ്ങളും ഇതേമാതിരി ഉള്ള ഒരു ജനതയുടെ മൊത്തം കുടുംബക്ഷേത്രമായിട്ടുള്ളതാണ് ദേശക്ഷേത്രം. അവിടെയുള്ള പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ തന്ത്രി അവിടെ ഉള്ളവർക്ക് കുടുംബത്തിലായാലും അത് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ പ്രതിഷ്ഠിക്കുന്ന വ്യക്തി ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് കൊടുക്കുന്ന ഈ ഉപബോധ മനസ്സിന്, പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന ഉപബോധ മനസ്സിന് കൊടുക്കുന്ന വാക്കാണ്. ഇവിടെ ഞാൻ ഇന്ന രീതിയിൽ ഇന്ന സങ്കല്പങ്ങളോടെ നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ആ ഒരു സന്ദേശം പ്രകൃതിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. ആ ഒരു സങ്കല്പത്തിൽ ഇവിടെ ഇന്ന കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇന്ന രീതിയിൽ നിന്നെ ആരാധിക്കുന്നതാണ്, പകരമായിട്ട് നീ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇതാണ് പ്രതിഷ്ഠിക്കുന്ന ഒരു വ്യക്തി. അത് കുടുംബക്ഷേത്രമാകുമ്പോൾ കുടുംബത്തിലൊരു കാരണവരാകാം, ദേശക്ഷേത്രത്തിലാകുമ്പോൾ അതിനൊരു തന്ത്രിയെ അല്ലെങ്കിൽ പൂജാവിധികൾ അറിയുന്ന ഒരാളെ നിശ്ചയിച്ചിട്ട് അയാളായിരിക്കും ചെയ്യുന്നത്. അയാൾ ഈ അവിടെ കൂടിയിരിക്കുന്ന കുടുംബത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ദേശത്തിലാണെങ്കിൽ ദേശത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി അവിടെ ആ ഒരു സങ്കല്പം ഉണ്ടാക്കി അവിടെ ഒരു വാക്ക് കൊടുക്കുകയാണ്. ആ വാക്ക് ഏറ്റെടുക്കുന്നത് അവിടെയുള്ള ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉപബോധ തലമാണ്. അതായത് കഴിഞ്ഞ 3 എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർക്കേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ അന്തരീക്ഷത്തിൽ ആ കൊടുത്ത വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ ജനിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ജീനിൽ ഈ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം ഉള്ളിടത്തോളം കാലം അതിൻ്റെ ശാസ്ത്രം അതാണ്. അത് മനസ്സിലാവുന്നവർക്ക്, അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നവർക്കേ ഇത് എന്താണെന്ന്, ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒരല്പം മാത്തമാറ്റിക്സ് ആണെന്നർത്ഥം. അപ്പോൾ ആ ഒരു വാക്ക് അവിടെ ജനിക്കുന്ന സകല ജീവജാലങ്ങളുടെയും, മനുഷ്യൻ്റെ മാത്രമല്ല, നിങ്ങൾ ഏത് ജാതി മത വിശ്വാസങ്ങളിൽ ഉള്ളവരായാലും അവരുടെ എല്ലാം ജീനിൽ ഈ ഒരു വാക്കിന് സ്വാധീനമുണ്ട്. അതായത് അവിടെയുള്ള ഓരോ വ്യക്തിയും പിന്നീടുള്ള ഓരോ തലമുറയിൽ ജനിക്കുന്ന ആളുകളും, നിങ്ങൾ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഇതിനോട് വിട്ടുപോയിട്ടുണ്ടാകും. എങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആ മൂർത്തിയുമായി ഒരു കണക്ഷൻ ഉണ്ട്. അത് ജനിതകമായിട്ടും ആ കണക്ഷൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ ദേവത നമ്മിൽ പ്രവർത്തിക്കാതിരിക്കും. അതായത് ആ സംരക്ഷണം എന്ന ഘടകം അവിടെ നമ്മിൽ പ്രവർത്തിക്കാതിരിക്കും. ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിലോ മറ്റോ നമ്മൾ ആ ദേവതയോട് വിട്ടുനിൽക്കുകയും അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും അതിനെ പുച്ഛിക്കുകയും ചെയ്യുമ്പോൾ ഒരറിവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അത് നമ്മുടെ ജീനിൽ തന്നെയുള്ള അറിവിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അതായത് നമ്മുടെ ദേഹത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെയും എല്ലാം സംരക്ഷിച്ചു പോരുന്ന ഒരറിവിനെ നമ്മൾ നിഷേധിക്കുകയും ആ നിഷേധം അതിൻ്റെതായ പ്രതിപ്രവർത്തനങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒട്ടുമിക്ക ദുരിതാവസ്ഥകൾക്കും രോഗാവസ്ഥകൾക്കും കാരണം. ഇതിനെ മനഃശാസ്ത്രപരമായും ആത്മീയമായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ലോജിക്കൽ മാത്തമാറ്റിക്സിൻ്റെ തലത്തിലും നിങ്ങൾ കൂട്ടിച്ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഏത് ജാതി മത അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽപ്പെട്ടതായാലും രാഷ്ട്രീയ വിശ്വാസം ഏതായാലും നിങ്ങൾക്ക് ഈ കുടുംബക്ഷേത്രവുമായിട്ടുള്ള കണക്ഷൻ, കേരളത്തിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഈ കുടുംബക്ഷേത്രവുമായിട്ട് ഒരു ബാധ്യത പണ്ടുള്ളവർ നമുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആ ബാധ്യതയെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ അവിടെ ആ ഒരു ദേവതാ ശക്തിയെ വളരെ ആളുകൾ പിന്നീട് വന്ന തലമുറകൾ ആരാധിച്ച് ഈ ഒരു സങ്കല്പത്തിന് അവിടെ ശക്തി കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന രീതിയിൽ ഇവിടെ ആരാധിച്ചു കൊള്ളാം, ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊള്ളാം, അതിന് പകരമായിട്ട് നീ ഇന്ന കാര്യങ്ങൾ, അതായത് കുടുംബത്തിൽ ഐശ്വര്യം, ആരോഗ്യം, അങ്ങനെയുള്ള അല്ലെങ്കിൽ ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം ഇവിടെ ചെയ്തു കൊള്ളാം, ചെയ്യണം, നീ ചെയ്തു തരണം, പകരം ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു വാക്ക് ഈ അന്തരീക്ഷത്തിൽ, ഈ ഉപബോധ മനസ്സിൽ ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം ആ ഉപബോധ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള സാമൂഹ്യ പരിതസ്ഥിതികളുടെ ഭാഗമായിട്ട് ജനിച്ചു വളർന്ന നമുക്ക് അതിൽ നിന്ന് മോചനമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അത് കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, മൂർത്തിയുടെ പ്രാധാന്യം ഇവിടെയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ വിഗ്രഹാരാധനയുടെ തത്വവും പൊരുളുമെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ 5-ാം ഭാഗത്തിൽ കാണാം. നമസ്തേ.